കെപിസിസി ഭാരവാഹി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനമുയർന്ന സംഭവത്തിൽ പ്രതികരണവുമായി വി.ഡി. സതീശൻ. യോഗത്തിൽ വിമർശനമുയർന്നത് സ്വാഭാവികമാണ്. തന്നെ വിമർശിക്കുന്നത് തെറ്റല്ലെന്നും വിമർശനത്തിലെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ തിരുത്തുമെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. എന്നാൽ കെപിസിസി യോഗം അറിയിക്കാത്തതിലും വിമർശനങ്ങൾ പുറത്തുവന്നതിലും പ്രതിപക്ഷ നേതാവിന് കടുത്ത അതൃപ്തിയുണ്ട്. മിഷൻ 2025 പേരിലെ തർക്കമാണ് സംസ്ഥാന കോൺഗ്രസിൽ നിലവിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന മിഷൻ 2025 യോഗത്തിൽ നിന്ന് വി.ഡി. സതീശൻ വിട്ടുനിന്നതാണ് വിവാദമായത്. പാർലമെന്ററി പാർട്ടി നേതാവായ തന്നെ അറിയിക്കാതെ നടത്തിയ യോഗത്തിലുണ്ടായ വിമർശനം പുറത്തുവന്നതിൽ പ്രതിപക്ഷ നേതാവിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇതേ തുടർന്നാണ് ഇന്നലെ രാവിലെ നടന്ന കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതെ മാറി നിന്നത് എന്നാണ് ആരോപണം. അത് തള്ളാതെയായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കെപിസിസിയുടെ യോഗത്തിൽ ഒരു വിമർശനം ഉണ്ടായെന്ന് പറയാം. അതെങ്ങനെ വാർത്തയാകേണ്ട കാര്യം എന്താ? കെപിസിസി യോഗം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗമല്ലേ. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരാളല്ല. ഞാൻ ഇതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ ഞാൻ വിമർശിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നെ ആരെങ്കിലും വിമർശിക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത്? വിമർശിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. വിമർശിക്കുന്നതുകൊണ്ട് വിമർശനത്തിന് വിധേയനാണ് ഞാൻ. പാർട്ടിയല്ലേ വലുത്. കെപിസിസിയുടെ അധികാരത്തിൽ കൈകടത്തുന്നതിലും സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നുമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരായ വിമർശനം. പിന്നാലെ കെപിസിസി പ്രസിഡന്റ് സംഭവം സ്ഥിരീകരിച്ചതോടെയാണ് വി.ഡി. സതീശൻ പ്രതികരണവുമായി എത്തിയത്. യോഗത്തിൽ വിമർശനം ഉയരുന്നത് സ്വാഭാവികമാണെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വ്യാഴാഴ്ച രാത്രിയാണ് കെപിസിസിയുടെ അടിയന്തര ഓൺലൈൻ ഭാരവാഹി യോഗം ചേർന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.